35 കൊല്ലത്തെ ശ്രീ ബാലംപിള്ളയുടെ സ്തുത്യർഹമായ സേവനം ഈ കോളേജിനെയും മാനേജ്മെന്റിനെയും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരു യന്ത്രമായിരുന്നില്ല ശ്രീ ബാലംപിള്ള. സർവ്വ ഐശ്വര്യങ്ങളോടും ദീർഘായുസോടും കൂടി എന്റെ മനസ്സിൽ ശ്രീ ബാലംപിള്ള എന്നെന്നും ഉണ്ടായിരിക്കണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ബാലേട്ടന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി പിരിച്ചെടുത്ത വിദ്യാർത്ഥിനികളും അധ്യാപകരും കോളേജ് മാനേജ്മെന്റും ചേർന്ന് പിരിച്ചെടുത്ത 25,001 രൂപ ബാലേട്ടനെ ഏൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛന്റെ അനുവാദത്തോടു കൂടി നമ്മുടെ കോളേജ് യൂണിയന് വേണ്ടി ഈ കലാലയത്തിന്റെ സ്നേഹമായ ലാലേട്ടനോട് ഞാൻ അപേക്ഷിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കാനായി ബാലേട്ടൻ ക്ഷണിക്കുന്നു. ബാലേട്ടനൊന്നും പറയാൻ അറിഞ്ഞൂടാ. പ്രിൻസിപ്പൽ അച്ഛനും സാറന്മാരും നിങ്ങളും പറഞ്ഞത് കേട്ടേ ബാലേട്ടന് പരിചയം. ഈ കോളേജില് ആരും അല്ലാതാകെയാണ് ഞാനെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. പെൻഷൻ പറ്റി പിരിയുമ്പോൾ കിട്ടുന്ന തുക കൊണ്ട് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി തന്ന ഈ വലിയ തുക കൊണ്ട് എനിക്ക് അവളെ അന്തസ്സായി കെട്ടിച്ചയക്കാൻ പറ്റും. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്കെല്ലാം 100-ൽ 100 മാർക്കും കിട്ടും. അതിനുവേണ്ടി ബാലേട്ടൻ പ്രാർത്ഥിക്കും. ബാലേട്ടന് ഇനി വലിയൊരു ആഗ്രഹം കൂടിയുണ്ട്. പ്രിൻസിപ്പൽ അച്ഛനും നിങ്ങളെല്ലാം കൂടി അത് സാധിച്ചു തരണം. എന്നെ ഒരു മൂത്ത ചേട്ടനെ പോലെ കരുതുന്ന കുറുപ്പ് സാറും ശാരദാമണി ടീച്ചറും കല്യാണം കഴിച്ച് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. രണ്ടുപേരും വിവരമുള്ളവര്, സംസ്കാരമുള്ളവര്, പരസ്പരം കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളവര്. ഞാൻ നേരിട്ട് മനസ്സിലാക്കിയത്. പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്ത് പറയുന്നെന്നുള്ളതാ പ്രശ്നം. സാറിന്റെയും ടീച്ചറിന്റെയും പ്രശ്നം. നിങ്ങൾ സമ്മതം കൊടുക്കണം ഇവിടെ വെച്ച്. സമ്മതം 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 ആരും ബഹളം ഉണ്ടാക്കരുത്. ഇത് കളിയല്ല, തമാശല്ല. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ മുഹൂർത്തം. കുറുപ്പ് സാറിനോടും ശാരദാമണി ടീച്ചറിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു. ഞങ്ങൾ എന്ത് പറയും എന്ന് വിചാരിച്ചാണ് ഈ കുഞ്ഞുങ്ങളുടെയും സ്റ്റാഫിന്റെയും മാനേജ്മെന്റിന്റെയും പേര് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഈ ബന്ധം ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്ത് തോന്നിവാസമാകാമല്ലോ.